Good morning, all. ഇന്നത്തെ ടോപ്പിക്കാണ് എന്ത് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് എന്ന് പറഞ്ഞാൽ പരികൽപ്പന. ഹൈപ്പോതെസിസ് ഈസ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർമുലേറ്റഡ് ഫോർ എംപിരിക്കൽ ടെസ്റ്റിംഗ്. എംപിരിക്കൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്ത ഒരു താൽക്കാലിക സ്റ്റേറ്റ്മെൻറ്റാണ് ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലിക സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് ഹൈപ്പോതെസിസ്. ഇറ്റ് ഈസ് ടെൻറ്റേറ്റീവ് ആൻസർ ടു റിസർച്ച് ക്വസ്റ്റ്യൻ. ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ്റെ ടെൻറ്റേറ്റീവ് താൽക്കാലിക ആൻസറാണ് എന്ത് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസ് ഈസ് എ പ്രൊപ്പോസ്ഡ് എക്സ്പ്ലനേഷൻ ഫോർ ആൻ ഒബ്സർവബിൾ ഫിനോമിനൻ. ഒരു ഒബ്സർവബിൾ ഫിനോമിനൻ നിരീക്ഷിക്കാവുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഒരു പ്രൊപ്പോസ്ഡ് എക്സ്പ്ലനേഷനാണ്, നിർദ്ദിഷ്ട വിശദീകരണമാണ് എന്ത് ഹൈപ്പോതെസിസ്. നെക്സ്റ്റ് ആണ് ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ബി എംപെരിക്കലി ടെസ്റ്റബിൾ. എംപെരിക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് ഹൈപ്പോതെസിസ്. ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ക്ലിയർ ആൻഡ് പ്രിസൈസ്. ഇതെന്തായിരിക്കണം? സിമ്പിളായിരിക്കണം, വ്യക്തത ഉണ്ടായിരിക്കണം, അതേപോലെ എന്താണ് കൃത്യമായിരിക്കും വേണം. ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് റെലവൻറ്റ്. അതാണ് സ്പെസിഫിക് ആയിരിക്കണം, അതേപോലെ എന്താ റെലവൻറ്റ്, പ്രസക്തി ഉണ്ടായിരിക്കണം. നാലാമതാണ് എന്ത് ഇറ്റ് ഷുഡ് ബി പ്രെഡിക്റ്റബിൾ. ഇതെന്താണ്? പ്രെഡിക്റ്റ് ചെയ്യണം, പ്രവചിക്കാൻ കഴിയുന്നതായിരിക്കണം എന്ത് ഹൈപ്പോതെസിസ്. നെക്സ്റ്റ് എന്താ? ഇറ്റ് ഷുഡ് ബി മാനേജബിൾ. മാനേജ് ചെയ്യാൻ, കൈകാര്യം ചെയ്യാവുന്നതായിരിക്കണം എന്ത് ഹൈപ്പോതെസിസ്. ഫസ്റ്റത്തെ എന്താണ്? എംപെരിക്കലി ടെസ്റ്റബിൾ ആയിരിക്കണം, എന്താണ് സിമ്പിളായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, പ്രിസൈസ്. പിന്നെന്താ? സ്പെസിഫിക് ആൻഡ് റെലവൻറ്റ് അല്ലേ. ഹൈപ്പോതെസിസ് സ്പെസിഫിക് ആൻഡ് റെലവൻ്റ് ആയിരിക്കണം, അതേപോലെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം, മാനേജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നെക്സ്റ്റ് ആണ് ഫങ്ഷൻസ് ഓഫ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് ഇറ്റ് വിൽ ബ്രിങ് ക്ലാരിറ്റി ടു ദി റിസർച്ച് പ്രോബ്ലം. നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിന് ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത എന്തുണ്ട് നൽകുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ് എ സ്റ്റഡി വിത്ത് ഫോക്കസ്. ഒരു ശ്രദ്ധയോടു കൂടിയുള്ള ഒരു പഠനമാണ് എന്ത് ചെയ്യുന്നത്, ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്താ? ഇറ്റ് സിഗ്നിഫൈസ് വാട്ട് സ്പെസിഫിക് ആസ്പെക്റ്റ് ഓഫ് എ റിസർച്ച് പ്രോബ്ലം ആർ ടു ഇൻവെസ്റ്റിഗേറ്റ്. ഏത് സ്പെസിഫിക് ആസ്പെക്റ്റാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്, സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇറ്റ് ഇൻഡിക്കേറ്റ് വാട്ട് ഡാറ്റ ഈസ് ടു ബി കളക്റ്റഡ് ആൻഡ് വാട്ട് നോട്ട് ടു ബി കളക്റ്റഡ്. ഇതെന്താണ്? ഏത് ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് ഡാറ്റ കളക്ട് ചെയ്യേണ്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അഞ്ചാമത്തെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ഓഫ് ഒബ്ജക്റ്റിവിറ്റി ഓഫ് ദി സ്റ്റഡി. നമ്മളെ സ്റ്റഡിയുടെ എന്താണ് ഒബ്ജക്റ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ആരാണ്? ഇറ്റ് ഫോർമുലേറ്റ്സ് ദി തിയറി എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എനാബിൾ കൺക്ലൂഡ് വിത്ത് വാട്ട് ഈസ് ട്രൂ ഓർ വാട്ട് ഈസ് ഫോൾസ്. എന്താണ് ശരി, എന്താണ് തെറ്റെന്ന് കൺക്ലൂഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഉറപ്പ് നൽകുന്നുണ്ട്. നമുക്കെന്താണ് ഒരു ഫോക്കസോട് കൂടിയുള്ള സ്റ്റഡിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സ്പെസിഫിക് ആസ്പെക്റ്റ്, നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള സ്പെസിഫിക് ആസ്പെക്റ്റ് ഏതൊക്കെയാണെന്നുള്ളതിന് സിഗ്നിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് ഡാറ്റ കളക്ട് ചെയ്യണം, ഏത് ഡാറ്റ കളക്ട് ചെയ്യേണ്ട എന്നുള്ളതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സ്റ്റഡിയുടെ ഒബ്ജക്റ്റിവിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വർദ്ധിപ്പിക്കുന്നുണ്ട്. തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്. ശരി ഏത് തെറ്റേതെന്ന് എന്ത് ചെയ്യാണ് കൺക്ലൂഡ് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോതെസിസ്. ഹൈപ്പോതെസിസിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഷുഡ് ഗിവ് എ ഡിറക്ഷൻ ടു അവർ റിസർച്ച്. നമ്മളെ റിസർച്ചിന് എന്ത് ചെയ്യുന്നുണ്ടോ, ഒരു ഡിറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നൽകുന്നുണ്ട്. രണ്ടാമത്തെ എന്താ? ഹൈപ്പോതെസിസ് സ്പെസിഫൈസ് ദി ഫോക്കസ് ഓഫ് ദി റിസർച്ചർ. റിസർച്ചറിൻ്റെ ശ്രദ്ധ എന്ത് ചെയ്യുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്, സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് റിസർച്ച് ടെക്നിക്സ്. റിസർച്ച് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇറ്റ് പ്രിവെൻറ്റ് ഫ്രം ബ്ലൈൻഡ് റിസർച്ച്. ബ്ലൈൻഡ് റിസർച്ചിന് എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട്. ബ്ലൈൻഡ് റിസർച്ച് എന്നത് അന്ധമായ ഗവേഷണം. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മളെന്താണ് ആ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ റിസർച്ചിനെ പറ്റിയിട്ടുള്ള ഒരു അൺഅവെയർനെസ്, അതാണ് എന്ത് ബ്ലൈൻഡ് റിസർച്ച് എന്ന് പറയുന്നത്. ആ അൺഅവെയർനെസ്സിന് എന്ത് ചെയ്യാണ്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് എന്ത് ഹൈപ്പോതെസിസ്. ഇറ്റ് എൻഷുവേഴ്സ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. നമ്മളെന്താ ഒരു കൃത്യത, എന്താ നമ്മളെ സ്റ്റഡിക്ക് ഒരു കൃത്യത എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. ലാസ്റ്റ് ഇത് സേവ്സ് റിസോഴ്സ്, മണി, എനർജി ആൻഡ് ടൈം. ഇതെന്ത് ചെയ്യുന്നുണ്ട്, റിസോഴ്സും നമ്മളെ മണി, എനർജി, ടൈം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്,
സേവ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ റിസർച്ചിന് ഒരു ഡയറക്ഷൻ നൽകുന്നുണ്ട്. അതേപോലെ എന്താണ് റിസർച്ചറിൻ്റെ എന്താണ് ഫോക്കസ്, റിസർച്ചറിൻ്റെ ശ്രദ്ധ വ്യക്തമാക്കുന്നുണ്ട്. അതേപോലെ റിസർച്ച് ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ബ്ലൈൻഡ് റിസർച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെന്താണ് കൃത്യത ചെയ്യുന്നുണ്ട്, ഉറപ്പാക്കുന്നുണ്ട് നമ്മളെ സ്റ്റഡിക്ക്. അതേപോലെ റിസോഴ്സും മണി, എനർജിയും ടൈമൊക്കെ ചെയ്യുന്നുണ്ട്, സേവ് ചെയ്യുന്നുണ്ട്.